മലയാറ്റൊരു മല കയറാൻ പോയപ്പോ കണ്ട കാഴ്ചട്ടാ. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കയറാൻ പറ്റില്ല. അപ്പോഴാണ് ഒരു വണ്ടയ്ക്കും കുരിശു കൊടുത്ത് കയറണേ. സമ്മതിക്കണട്ട് വരെ എല്ലാ കൊല്ലത്തും പോലെ ഈ കൊല്ലം നമ്മൾ ചെരുപ്പിടാനായിട്ട് കയറണേ. എന്നെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഇവനും പിന്നെയും മനസ്സിലായി വീഡിയോയിൽ മെയിനാൻ വേണ്ടി വന്നാണ്. ഈ ബസ്സിലായിട്ട് നമ്മൾ പോകണേ. ചാള അടക്കണ പോലെ ആൾക്കാർ മാരിക്കൂട്ടി അച്ഛന്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ബസ് എടുത്തു. ആൾക്കാരൊക്കെ മൂടായിട്ട് ഇരിക്കുക മല കയറാൻ. പിന്നെ കണക്കപ്പുള്ള ഞാനും കേങ്ങായിരുന്നു. എൻ്റെ കിട്ടി കാശ് മുഴുവൻ ഞാൻ ഇവന് ദാനം കൊടുത്തു. ഓ എത്ര നിഷ്കളങ്കമായ ചിരി. അപ്പൊ പൊത്തി കുറച്ചേരം ലിയച്ചിട്ട് ചിരി ആസ്വദിക്കാന്ന് വെച്ചപ്പോ നമ്മുടെ സ്വന്തം കൊരട്ടി ബ്ലോക്ക് അല്ലത്. അതനടാ കമോണ്ടറാ. ഇവനിപ്പോ ക്യാമറ തിന്നൂലോ. ഇതൊക്കെ കണ്ടിട്ട് ആ കുട്ടി വരെ വിജൃംഭിച്ചു പോയി. പിന്നെ മലയാറ്റൂർക്കായാലും മരിച്ച വീട്ടിക്കായാലും എല്ലാവരും ആടണം പാടണം. അതാണ് ഇവിടുത്തെ ഒരു വൈബ്. അങ്ങനെ നമ്മൾ മലയാറ്റൂരത്തി എല്ലാവരും വരുന്നിരുത്തിട്ട് ഒരു ഫോട്ടോ അങ്ങോട്ട് ക്ലിഞ്ച് വിട്ടു. പിന്നെ ഇവിടെ മൂത്രം വയ്ക്കാൻ പാടില്ല. അത് മാതൃകപരമായിട്ട് ഇവർ കാണിച്ചു തരാം. സത്യം പറയാലോ പണ്ടാറ തിരക്കായിരുന്നു. ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മല കയറാനുള്ള അവധിക്കില്ലാത്ത പോലെ എന്റെ കൈക്കാലുകൾ തളർന്നു. എന്നാ നമ്മുടെ പരിപാടി നോക്കിയാലോ. ഒരു സോഡിയും ഒരു മുളക് ബജ്ജിയും കുറച്ച് കോളിഫ്ലവറും തിന്നു. ആ പൂവ് അങ്ങനെ വിഴുങ്ങിയോ. ഓഹ് ഇവന്റെ എത്ര ഇഞ്ചിന്റെ മോട്ടറാണാവോ. അതിന്റെ ഇടയിൽ ഇവൻ അമ്മ ഏതാവത് കൊടുങ്കമ്മ അയ്യോ ഇത് അപ്പനാലോ അപ്പ ഏതാവത് കൊടുങ്കപ്പ അങ്ങനെയൊക്കെ പോയി ചോദിക്കേണ്ടിരുന്നു. പിന്നെ നമ്മൾ പ്രാരംഭ സ്ഥലം എത്തി. പ്രാർത്ഥനയോട് കൂടിയിട്ടായിരുന്നു നമ്മുടെ കയറ്റം. പൊന്നും കുറിച്ച് മുത്തപ്പോ പൊന്മല കയറ്റം. അത് കണ്ടതും ഇവൻ കാലിൽ കിടന്ന ചെരുപ്പെടുത്ത് കയ്യിലിട്ടിട്ട് 2 കൊട്ട ഇപ്പോഴും സ്പീഡ് കിട്ടാന്ന്. നമ്മൾ ചെരുപ്പിടാണ്ട് കയറണേ. പാപം ഒരുപാടുണ്ട് കഴുകി കളയാൻ. കൊറേ കയറുന്നു. കോപ്പുണ്ടാക്കിട്ട് ഒന്നാം സ്ഥലമാണെങ്കിൽ കാണാനില്ല. ഞാനാണെങ്കിൽ നായ കഥയ്ക്കണ പോലെ കഥയ്ക്കാ. ഇതാരും അവിടെ കൊണ്ടുവച്ചു വല്ല അടുത്ത് വെച്ചാൽ മതിയായിരുന്നില്ല. അങ്ങനെ കിട്ടിയിടപ്പാ. കുറച്ച് നടന്നാലും സംഭവം എത്തി. ഇവരുടെ ഒക്കെ മുഖത്ത് ആ സന്തോഷം നോക്കിയാ ഇത് കിട്ടിയതിന്റെ തന്നെയാട്ടാ. അതന്നെ ചേട്ടാ ഇത് ഉന്തിട്. നമുക്ക് കുറച്ചുകൂടി താഴ്ത്തു കൊണ്ട് വയ്ക്കാം. കുറച്ച് സമാധാനമാവട്ടെ. കുറെ പേര് പ്രാർത്ഥിച്ചിട്ട് മനസ്സിൽ തീ കഷ്ണം വെച്ചിട്ടാ കയറിയിരുന്നെ. എന്തേലും കാര്യം നടത്താണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു വലിയൊരു കുരിശ് കയറ്റിയിരുന്നു കേട്ടാ. നമുക്കത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. പണിയെടുത്താൽ നമ്മൾ വേർക്കി. ഒരു കുരിശിന് ഇവരും കയറ്റിണ്ടാ. അങ്ങനെ നമ്മൾ 40 മിനിറ്റ് കൊണ്ട് ഊപ്പറിൽ ലാൻഡായി. കുർബാന ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. 3 മൂടി പൊതിച്ചുറങ്ങാ. പോത്തുകുട്ടികൾ ഉറങ്ങണ പോലെ. പിന്നെ കിണറ്റിൽ പോയിട്ട് കയറും പാട്ടൊക്കെ എടുത്തിട്ട് 4 കുൽക്ക. നമ്മുടെ ഉദ്ദേശം ചില്ലറ കുറച്ച് പോരണങ്ങോട്ട് പോന്നോട്ടെ. ചായ വലിച്ചു കെട്ടുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഓട്ട മത്സരം ഉണ്ടാ. ഭാരത അപ്പസ്തോലനായ തോമാസ് ലേഖനെയും കണ്ട് കുറച്ച് നേർച്ചയും വാരി കുറച്ച് പാപ്പും മേടിച്ച് അതും തിന്നു. പാറപ്പുറത്ത് വന്ന് നോക്കിയപ്പോ കൊറോണത്തിന്റെ പാറപ്പുറത്ത് ഉണക്കാട്ടുണ്ട്. എന്നാ പിന്നെ ഒരു കൂട്ടത്തിൽ ഞങ്ങളും കിടക്കാന്ന് വെച്ചു. ഞാൻ എലിഫന്റ് കുത്തിയ പള്ളി ഒന്ന് കാണാൻ പോയപ്പോ ഗ്യാപ്പിൽ ഒരു റെസ്ലിംഗ് കളിച്ചൂടെ. അങ്ങനെ കുരിശിന്റെ അവിടെ എത്തിയിട്ട് ഭണ്ഡാരപ്പെട്ടി നോക്കിയപ്പോ ഒരു 10 രൂപ ഇരിക്കുന്നു. ആരോ ഇട്ടിട്ട് പോകാത്ത 10 രൂപ ചെക്കൻ എടുത്ത് കൊടുത്തിട്ട് ഇന്ന് മോനെ നീ ഇട്ടുവന്ന്. ഇവിടെ എത്തിയപ്പോ ഓരോരുത്തർക്ക് സംശയങ്ങൾ തുടങ്ങി. എന്താ 2 വട്ടെന്ന്. പിന്നെ മൂപ്പർക്ക് 2 കാലില്ലേ. ആള് കൊച്ചങ്കുത്തി കളിച്ചിട്ടൊന്നല്ലോ നടക്കണേ. ഇനി അങ്ങോട്ട് ഇറങ്ങാല. ചെറുപ്പിടാണ്ട് കയറാനൊക്കെ. പക്ഷെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇവന് വയ്യാണ്ടായി. അയ്യേ. അങ്ങനെ താഴത്തെ ഒരു പായസം വാങ്ങി. താഴത്തെ ഇപ്പൊ ഭയങ്കര ദാഹം. അപ്പൊ ഒരു ജ്യൂസ് ഓടിക്കാന്ന് വെച്ചു. ഈ ജീരായി ബ്ലൂബെറി പിന്നെ പച്ചച്ചമ്മല പല കളറിലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ കിണ്ണാൻ. ഇതുകൊണ്ടൊന്നും വിശപ്പ് മാറിയില്ല. പിന്നെ പൊറോട്ടയും മസാല ദോശയും പിടിച്ച് തടത്തിപ്പള്ളി പോയി പെരിയാറിൽ കയ്യും മുക്കി സീറ്റിലെത്തരം നിലത്തും കിടന്ന് ഉറങ്ങി ഞങ്ങൾ വീട്ടിൽ പോന്നിട്ടോ. ബൈ.